ശരിക്കും ഇത് ഡെലിവറി പാർട്ട്നേഴ്സിന് വെർത്താണോ അല്ലേ എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരിക്കും ഇത് സ്വിഗ്ഗിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഈ ഡെലിവറി ബോയ്സിനെ കാണിക്കാൻ. ഹായ്, ഞാനൊരു സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണറാണ്. കോഴിക്കോട് കുന്നമംഗലം സോണിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈ കുന്നമംഗലം സോൺ എന്ന് പറയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കുന്നമംഗലം IIM, ഈ ഒരു ഏരിയയൊക്കെയാണ് ഈ സോണിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഓണമായിട്ട് നല്ല ഓഫർ തരുന്നുണ്ട് സ്വിഗ്ഗി. 8 ദിവസം കൊണ്ട് 25,000 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് സ്വിഗ്ഗി പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓണം ഓഫർ നോക്കുമ്പോൾ സെപ്റ്റംബർ 3 തൊട്ട് സെപ്റ്റംബർ 10 വരെയാണ് ഈ ഓഫർ വരുന്നത്. അതിൽ 80 ഓർഡർ എടുത്താൽ 4,500 രൂപ കിട്ടും. 120 ഓർഡർ എടുത്താൽ 8,000 രൂപ കിട്ടും. 160 ഓർഡർ എടുത്താൽ 12,000 കിട്ടും. 210 ഓർഡർ എടുത്താൽ 18,500 കിട്ടും. 240 ഓർഡർ എടുത്താൽ 25,000 രൂപ വരെ കിട്ടുന്നതാണ് സ്വിഗ്ഗി പറയുന്നത്. അപ്പോൾ ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ചെറുതായിട്ടൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താ പറയണത് വെച്ചാൽ, നമ്മൾ ഈ സ്ലോട്ടിൽ 80 ഓർഡറിൻ്റെയോ 120 ഓർഡറിൻ്റെയോ 160 ഓർഡറിൻ്റെയോ സ്ലോട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് അതാണ് എയിം ചെയ്യണത് എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ ലഞ്ചിൻ്റെയോ ഡിന്നറിൻ്റെയോ ഏതെങ്കിലും ഒരു ടൈം എടുക്കണം. അത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ മസ്റ്റായിട്ട് എടുക്കണം എന്നാണ് സ്വിഗ്ഗി പറയണത്. ഇനി അതല്ല, 210 ഓർഡർ വരുന്ന ഓഫറോ 240 ഓർഡർ വരുന്ന ഓഫറോ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഡിന്നർ ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യണം. അത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ് കമ്പൽസറി. പിന്നെ അതേമാതിരി നമുക്ക് ഓരോ ഓർഡർ റിജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സാധാരണ ഡെലിവറി പാർട്ട്നേഴ്സിന് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം ഒരു ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടെണ്ണം ക്യാൻസൽ ചെയ്താൽ ഇൻസെൻറ്റീവ് പോയി പോവും. അതേമാതിരത്തെ ഒരു ഇത് തന്നെയാണ്, നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ 8 ദിവസം കൊണ്ട് 25,000 രൂപ. അപ്പോൾ നോക്കാം. ഈ ലഞ്ച് ഡിന്നർ എന്ന് പറയുമ്പോൾ ഈ ലഞ്ചിൻ്റെ ടൈമിംഗ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, 11 മണി, രാവിലെ 11 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ. അതിൽ 3.5 മണിക്കൂർ എന്തായാലും ഓടിയിരിക്കണം. അതേപോലെ വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 11 മണി വരെ, ആ ടൈമിൻ്റെ ഉള്ളിൽ 3.5 മണിക്കൂർ നമ്മൾ ഓടിയിരിക്കണം. അത് ആദ്യത്തെ 3 ഓർഡറിൻ്റെ ഇതാണ് സ്ലാബ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ എടുത്താൽ മതി. പക്ഷെ നമ്മൾ ബാക്കി 210, 240 ആണ് എടുക്കണമെങ്കിൽ വെച്ചാൽ നമ്മൾ രാത്രി ഓടണം, ഉച്ചയ്ക്ക് ഓടണം, 3.5 മണിക്കൂറും ആ ടൈമിൻ്റെ ഉള്ളിൽ ഓടണം. ശരിക്കും ഇത് ഡെലിവറി പാർട്ട്നേഴ്സിന് വെർത്താണോ അല്ലേ എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ഈ 3-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ ഉള്ളതിൽ 80 ഓർഡർ എടുത്താൽ 4,500 വരെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഗ്യാരണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം, ഗ്യാരണ്ടി, ബോണസ് അല്ല. അപ്പം എന്താ വെച്ചാൽ, നമ്മൾ 3 തൊട്ട് 80 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമുക്കൊരു 4,000 രൂപ കിട്ടി. അപ്പം നമുക്കൊരു 500 രൂപയും കൂടെ കിട്ടും. 4,500 ഗ്യാരണ്ടി ആയോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്ക് 80 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4,500 എക്സ്ട്രാ കിട്ടുമെന്നല്ല. ശരിക്കും ഇത് സ്വിഗ്ഗിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഈ ഡെലിവറി ബോയ്സിനെ കാണിക്കാൻ. ശരിക്കും ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചത്, ഒരു 120 ഓർഡർ 8 ദിവസം കൊണ്ട് എടുക്കുകയാണെങ്കിൽ 8,000 രൂപ എക്സ്ട്രാ കിട്ടുമല്ലോ എന്ന് ഞാനും ചിന്തിച്ചു. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത്, ഇതങ്ങനെയല്ല. ഇത് ബോണസ് അല്ല, ഇത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്കിത് എക്സ്ട്രാ കിട്ടണ പൈസയല്ല. ഇപ്പം നമ്മൾ 120 ഓർഡർ എടുത്താൽ 8,000 ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു 7,500 കിട്ടി. അപ്പം നമുക്കൊരു 500 റുപ്യ കിട്ടും. അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പക്ഷെ നമ്മളിത് കാണുമ്പോൾ നമുക്ക് എക്സ്ട്രാ കിട്ടണ മാതിരി നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അതാണ് എക്സാക്ട്ലി ഇതിൽ നടക്കുന്നത്. ഈ ഓണം നമുക്ക് സ്വിഗ്ഗിയുടെ ഭാഗം ഞാനിതൊരു ചാലഞ്ച് ആക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മൊത്തം കംപ്ലീറ്റ് ചെയ്യാമെന്നല്ല, 160 ഓർഡർ ചെയ്യാം. 8,000 കിട്ടില്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയാം 8 ദിവസം കൊണ്ട്. അതിൽ ഇന്ന് 3rd സെപ്റ്റംബർ ആണ്. ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം തന്നെയാണ്. ഇതുവരെ ഞാൻ 3 ഓർഡർ എടുത്തിട്ടുണ്ട്. ബാക്കി എങ്ങനെയുണ്ട്, ഇന്നത്തെ 3 ഓർഡർ എടുത്തത് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ രാത്രി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.